ക്രൈസ്തലോട് യെശയ്യാവിൻ്റെ പുസ്തകം 15-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 9 വരെയുള്ളതായ വേദവാക്യങ്ങൾ. മോവാബിനെക്കുറിച്ചുള്ള പ്രവാചകം. ഒരു രാത്രിയിൽ മോവാബിലെ ആർപ്പട്ടണം നശിച്ച് ശൂന്യമായി പോയിരിക്കുന്നു. ഒരു രാത്രിയിൽ മോവാബിലെ കീർപ്പട്ടണം നശിച്ച് ശൂന്യമായി പോയിരിക്കുന്നു. ബയീത്തും ദീബോനും കരയേണ്ടതിന് പൂജാഗിരികളിൽ കയറിപ്പോയിരിക്കുന്നു. നെബോവിലും മേദബയിലും മോവാബ് നിലവിളിക്കുന്നു. അവരുടെ തലയൊക്കെയും മൊട്ടയടിച്ചും താടിയൊക്കെയും കത്രിച്ചും ഇരിക്കുന്നു. അവരുടെ വീഥികളിൽ അവർ രട്ടുടുത്ത് നടക്കുന്നു. അവരുടെ പുരമുകളിൽ വിശാല സ്ഥലങ്ങളിലും എല്ലാവരും മുറയിട്ട് കരയുന്നു. ഹെശ്ബോനും ഏലായലയും നിലവിളിക്കുന്നു. അവരുടെ ഒച്ച യഹസ് കേൾക്കുന്നു. അതുകൊണ്ട് മോവാബിൻ്റെ ആയുധപാണികൾ അലറുന്നു. അവൻ്റെ പ്രാണൻ അവൻ്റെ ഉള്ളിൽ നടുങ്ങുന്നു. എൻ്റെ ഹൃദയം മോവാബിനെക്കുറിച്ച് നിലവിളിക്കുന്നു. അതിലെ കുലീനന്മാർ സോവാരിലേക്കും എഗ്ലത്ത് ശെളീരിശിയിലേക്കും ഓടിപ്പോകുന്നു. ലൂഹീത്തിലേക്കുള്ള കയറ്റത്തിൽ കൂടി അവർ കരഞ്ഞുകൊണ്ട് കയറി ചെല്ലുന്നു. ഹോരോനോയിലേക്കുള്ള വഴിയിൽ അവർ നാശത്തിൻ്റെ നിലവിളി കൂട്ടുന്നു. നിമ്രീമിലെ ജലാശയങ്ങൾ വരണ്ടിരിക്കുന്നു. അതുകൊണ്ട് പുല്ലുണങ്ങി ഇളംപുല്ല് വാടി പച്ചയായതൊക്കെയും ഇല്ലാതെയായിരിക്കുന്നു. ആകയാൽ അവർ സ്വരൂപിച്ച സമ്പത്തും സംഗ്രഹിച്ചു വെച്ചതും അലരിത്തോട്ടത്തിനരികെ എടുത്തുകൊണ്ടുപോകുന്നു. നിലവിളി മോവാബിൻ്റെ അതിർത്തികളെ ചുറ്റിയിരിക്കുന്നു. അലർച്ച എഗ്ലയും വരെയും കൂക്കർ ബേർ എലിയും വരെയും എത്തിയിരിക്കുന്നു. ദീമോനിലെ ജലാശയങ്ങൾ രക്തം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഞാൻ ദീമോൻ്റെ മേൽ ഇതിലധികം വരുത്തും. മോവാബിൽ നിന്ന് ചാടിപ്പോയവരുടെ മേലും ദേശത്തിൽ ശേഷിച്ചവരുടെ മേലും ഞാനൊരു സിംഹത്തെ വരുത്തും.